ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ മലയാളത്തിലാണ് ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതും യൂട്യൂബിലല്ല. യൂട്യൂബിൽ പഴയതുപോലെ തന്നെ നമ്മൾ തമിഴിലും പോകും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മലയാളത്തിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ബ്രൈഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ അതും നമ്മുടെ താറ്റൂർ ടെമ്പിളിൽ വെച്ചിട്ടായിരുന്നു. ബ്രൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ഫിനിഷ് ആക്കി. 3 hours ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും ഫിനിഷ് ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി നല്ല വിശപ്പുണ്ട്. കാരണം എപ്പോഴും കിള്ളിപ്പാലത്ത് എത്തുമ്പോൾ ഈ കട കാണുമ്പോൾ എന്തൊരു വിശപ്പ് കൂടുതലാണ്. സോ അവിടെ കയറിയിട്ട് ഞാനും സിസ്റ്ററും കൂടെ ദോശയെ കഴിച്ചിട്ട് നേരെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ നൂലെട്ടിന് പോയിട്ടോ നമുക്കിന്ന് ഡ്യൂട്ടി കയറണം അല്ലേ. സോ നേരെ വീട്ടിൽ പോയിട്ട് വേഗം റെഡിയായി ഋത്തിക്കിനെ ആക്കിയിട്ട് നമ്മൾ നേഴ്സറിലൊക്കെ ആക്കിയിട്ട് നേരെ ഷോപ്പിൽ വന്നു. അപ്പോഴാണ് എൻ്റെ കൊറിയർ വന്നത്. ഇത് ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു സാധനമാണ്. ഒരു ചേച്ചി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ലിങ്ക് ചോദിച്ച് മേടിച്ചാൽ. സോ ഇന്നാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ബ്ലൂ എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ ഇടാം. ഇഷ്ടമുള്ളവർക്ക് അത് മേടിക്കാൻ ഞാൻ ലിങ്ക് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്യൂട്ടി കയറി. നമുക്ക് എന്താ മുടി കെട്ടണം, യൂണിഫോം ചേഞ്ച് ചെയ്യണം. അപ്പോൾ വന്നോണ്ട് ഞാൻ ചേഞ്ച് ആയിരുന്നു. രാവിലെ തന്നെ ഒരു ഐസ്ക്രീം കയറ്റാമെന്ന് വിചാരിച്ചു ഗൈസ്. ഐസ്ക്രീം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തായാലും എപ്പോഴും പറഞ്ഞാൽ ഇതൊരു ഹോബിയായിട്ട് ഇപ്പം സ്ഥിരം ചെയ്തിരുന്ന സാധനമാണ്. ഒരു ഡ്രിങ്കും കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഫുഡ് ഞാൻ എടുക്കാൻ ലേറ്റായിട്ട്. അപ്പോൾ അമ്മയാണെന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ് ഒരു സർപ്രൈസ് ആണ്, നിനക്ക് ഇഷ്ടപ്പെട്ട കറി സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എന്താ ഉള്ളത്, മാങ്ങാച്ചാറ്, ചമ്മന്തി, മീൻ പൊരിച്ചത്, മെഴുക്ക് വരട്ടി. ഇതൊക്കെ എവറി ടൈം എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ കുറേ കാലം അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. സോ വീണ്ടും ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി ഗൈസ്.